ഉത്സവ് 2011 സമാപിച്ചു. ഇവിടെ ഈ യുവജന ഉത്സവ് വളരെയധികം മനോഹരമായിട്ടുള്ള രീതിയിൽ, വിജയപ്രദമായിട്ടുള്ള രീതിയിൽ, സന്തോഷപ്രദമായിട്ടുള്ള രീതിയിൽ ഇതിനെ ആസൂത്രണം ചെയ്ത ഇതിൻ്റെ എല്ലാ സംഘാടകരെയും ഇതിൽ പങ്കെടുത്ത നിങ്ങളെയും പ്രത്യേകിച്ച് ഈ ട്രോഫികളൊക്കെ സ്വീകരിക്കാൻ പോകുന്ന ആ യുവജന സുഹൃത്തുക്കളെയും എല്ലാം ഹാർദവുമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉത്സവ് 2011 കൊടിയിറങ്ങി. 3 ദിവസങ്ങളിൽ നീണ്ടുനിന്ന കലാമേളയ്ക്ക് കേരളത്തിലെ ഏകദേശം 22 രൂപതകളിൽ നിന്നുള്ള കലാകാരന്മാർ മാറ്റുരച്ചു. മികച്ച സംഘാടന മികവിൻ്റെ കരുത്ത് നെയ്യാറ്റിൻകര കാണിച്ച കലാമാമാങ്കമായിരുന്നു ഉത്സവ് 2011 KCYM സംസ്ഥാന ഡയറക്ടർ ഫാദർ ജെയ്സൺ അഭിപ്രായപ്പെട്ടു. 3 ദിവസത്തെ ഉത്സവ് 2011 ഒരു ഉത്സവമായിരുന്നു എന്ന് KCYM സംസ്ഥാന പ്രസിഡന്റ് അജി ഡാനിയൽ പാലകൻ ന്യൂസിനെ അറിയിച്ചു. യുവജനങ്ങളുടെ പ്രത്യേകിച്ച് കലാപരമായ കഴിവുകളെ വികസിപ്പിക്കുന്ന കാര്യത്തിൽ KCYM എന്നും മുൻപിൽ തന്നെയാണ്. KCYM സംസ്ഥാന തലത്തിൽ ഈ വർഷം ക്രിസ്തി യുവത്വം വിശ്വസാഹോദര്യം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി കേരളത്തിലെ 30 രൂപതകളിലും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഇന്ന് KCYM കേരളത്തിൽ ഇന്ന് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും മുൻ വർഷങ്ങളിലൊക്കെ തന്നെ പാവപ്പെട്ടവനോട് ചേർന്ന് നിന്നുകൊണ്ട്, പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടന ഇന്ന് കേരളത്തിലെ ഒരു വലിയ മുന്നേറ്റമായിട്ട് ഇന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ കലാ പരിപാടികൾ എല്ലാ യുവജനങ്ങൾക്കും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര രൂപതയുടെ ഒരു മുഴുവൻ യൂണിറ്റുകളിലും ഈ ഒരു സന്ദേശം എത്തത്തക്ക രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് നെയ്യാറ്റിൻകര രൂപത ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷിക്കുന്നു. വിജയികൾക്കുള്ള സമ്മാനദാനം തിരുവനന്തപുരം അതിരൂപതാ മെത്രാൻ അഭിവന്യ സൂസപാക്യം പിതാവ് നിർവഹിച്ചു. പരിപാടിയിൽ നെയ്യാറ്റിൻകര രൂപതാ മെത്രാൻ അഭിവന്യ വിൻസെന്റ് സാമുവൽ പിതാവ്, മോൺസിഞ്ഞൂർ ജി ക്രിസ്തുദാസ്, ഫാദർ റോബർട്ട് വിൻസെന്റ്, അജി ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരങ്ങളിൽ 183 പോയിന്റുകൾ നേടി തിരുവനന്തപുരം അതിരൂപത 1ാം സ്ഥാനവും 163 പോയിന്റുകൾ നേടി മാനന്തവാടി രൂപത 2ാം സ്ഥാനവും 160 പോയിന്റുകൾ നേടി തലശ്ശേരി രൂപത 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കലാപ്രതിഭയായി സാബു കോതമംഗലം രൂപതയെയും കലാതിലകമായി വിനയ സെബാസ്റ്റ്യൻ തിരുവനന്തപുരം രൂപതയെയും തിരഞ്ഞെടുത്തു. ഇരുമ്പിൽ പുതിയ ദേവാലയത്തിന്റെ ശിലാശീർവാദ കർമ്മം അഭിവന്യ പിതാവ് നിർവഹിച്ചു. ഒരു പുതിയ ദേവാലയം സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യ പടിയെന്നോണം ഇന്ന് അതിനുള്ള ശില ആശീർവദിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുവാനും ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും പരസ്പരം സാഹോദര്യം പങ്കുവച്ച് പ്രവർത്തിക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമുണ്ട്. ഈ അനുഗ്രഹത്തിനായി നാം പ്രാർത്ഥിക്കേണ്ടതാണ് പ്രത്യേകമായി. ഇരുമ്പിൽ വിശുദ്ധ ഗീവർഗീസ് ദേവാലയത്തിന്റെ പുതിയ ദേവാലയത്തിന് രൂപതാ മെത്രാൻ ശിലാസ്ഥാപന കർമ്മം നടത്തി. 1978 ഡിസംബർ 31 തീയതിയാണ് നിലവിലെ ദേവാലയം ആശീർവദിച്ചത്. 79 കുടുംബങ്ങളുള്ള ദേവാലയത്തിൽ 4 BCC യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ശിലാസ്ഥാപന കർമ്മത്തിന് ഇടവക വികാരി ഫാദർ ഡെന്നീസ് മണ്ണൂർ നേതൃത്വം നൽകി. ഉണ്ടങ്കോട് ഫൊറോന വികാരി ഫാദർ ജോണി കെ ലോറൻസ് സന്നിഹിതനായിരുന്നു. ആറ്റുപുറം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ തിരുനാൾ സമുചിതമായി ആഘോഷിച്ചു. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും നീതിപൂർണവും ന്യായവും തന്നെ ജഗൽ പിതാവേ. ആറ്റുപുറം ഇടവകയിൽ തിരുനാൾ ആഘോഷിച്ചു.
തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ആന്റണി ചക്കാലക്കൽ നേതൃത്വം നൽകി. തിരുനാളിന്റെ സമാപന ദിവസത്തെ ദിവ്യബലിക്ക് മോൺസിഞ്ഞൂർ ജി ക്രിസ്തുദാസും വചന സന്ദേശത്തിന് ഫാദർ രാജേഷും നേതൃത്വം നൽകി. കർമ്മലീത്ത മിഷണറിമാരുടെ പ്രവർത്തന മേഖലയായിരുന്ന ആറ്റുപുറത്ത് 1993 നിലവിലെ ദേവാലയം ആശീർവദിക്കപ്പെട്ടത്. 120 കുടുംബങ്ങളും 11 BCC യൂണിറ്റുകളുമുള്ള ആറ്റുപുറം ഇടവക വ്ളാത്താങ്കര ഫറോനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ മക്കളൊക്കെ സമൂഹത്തിൽ ഒരുപാട് അനർത്ഥങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ധാർമ്മികതയോ ജീവിത മൂല്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഇല്ലാത്ത മക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് മക്കളെയൊക്കെ നമ്മൾ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് എഞ്ചിനീയറിങ്ങിനും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ധാർമ്മികതയോ നീതിബോധമോ സത്യസന്ധതയോ സമൂഹത്തോട് കൂറും മമതയോ അതൊന്നുമില്ല. എല്ലാവരും സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത്. ഞാൻ പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ജനത്തിനെ ചൂഷണം ചെയ്ത് ജനത്തിനെ പിഴിഞ്ഞെടുത്ത് എനിക്ക് ജീവിക്കാനായിട്ടുള്ളൊരു മാർഗമായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. എഞ്ചിനീയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടം കെട്ടുന്നതും എഞ്ചിനീയറിംഗിൽ ആ ജോലി വെച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെ സമ്പാദിക്കാം, എനിക്ക് നേട്ടങ്ങൾ ചെയ്തെടുക്കാം എന്നുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. ധാർമ്മികതയും നീതിബോധവും സത്യസന്ധതയും എന്ന് പറയുന്നത് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. നമുക്ക് അതൊക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. തെറ്റായിട്ടുള്ള വഴികൾ, അശ്ലീലമായിട്ടുള്ളതൊക്കെ, മോശപ്പെട്ട പ്രവണതകളൊക്കെ നമ്മൾ വലിച്ചുവാരി തിന്നുകയാണ്. നെടുവിള വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. ലോകപാപം നീക്കിയണയും ദിവ്യ കുഞ്ഞാടിൻ ശാന്തിയേകും നവ്യ സ്നേഹം പങ്കുവച്ചുണരാ. നെടുവിള വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. നെയ്യാറ്റിൻകര രൂപതയിലെ വ്ളാത്താങ്കര ഫറോനയിൽപ്പെട്ട നെടുവിള ദേവാലയം 1987 ആരംഭിച്ചത്. നെടുവിള ദേവാലയത്തിലെ 2011 തിരുനാളിന് ഇടവക വികാരി ഫാദർ ജോസ് സേവിയർ നേതൃത്വം നൽകി. വചന സന്ദേശം നൽകിയത് മണിവിള ഇടവക വികാരി ഫാദർ രാജേഷാണ്. 110 കുടുംബങ്ങളുള്ള ദേവാലയത്തിൽ 6 BCC യൂണിറ്റുകളാണ് ഉള്ളത്. കുടുംബം പോലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ല ഈ ലോകത്തിൽ. കുടുംബം പോലെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഈ ലോകത്തിൽ വേറെയില്ല. ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ പ്ലാനറ്റ് എന്നാണ് കുടുംബത്തെക്കുറിച്ച് പറയുക. ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ സൗരയൂഥങ്ങൾക്ക് കീഴിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ അത് കുടുംബമാണ്. ഈ മനോഹരമായിട്ടുള്ള പ്രപഞ്ചം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്തെല്ലാം രഹസ്യാത്മകത അടങ്ങിയിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ്. ഇതുവരെയും എല്ലാം കണ്ടെത്തി തീർന്നിട്ടില്ല. ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ ഇതുവരെയും കണ്ടെത്തി തീർന്നിട്ടില്ല. അപ്പോൾ ആ മനോഹരമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ കീഴിൽ ഇവിടെ ദൈവം സ്ഥാപിച്ചത് പള്ളിയോ അമ്പലമോ മോസ്കോ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയങ്ങളോ എഞ്ചിനീയറിംഗ് BEd കോളേജുകളോ ഒന്നുമല്ല. പിന്നെയോ ദൈവം ഒരു കുടുംബത്തെയാണ് സ്ഥാപിച്ചത്. ഒരു കുടുംബത്തെ ആദവും ഹൗവയുമാകുന്ന ആദ്യ കുടുംബം നമുക്ക് വിവേചിക്കാം. അപ്പോൾ ആദ്യ കുടുംബത്തെ ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചു. ഇന്ന് കാണുന്ന എല്ലാം ഉണ്ടായത് ഇന്ന് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ കമ്പ്യൂട്ടർ യുഗം വരെ എത്തി നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക വളർച്ച വരെ എത്തി നിൽക്കുന്നത് എവിടെ നിന്നുണ്ടായതാണ്? ഈ കുടുംബത്തിൽ നിന്നുണ്ടായതാണ്. ദൈവം സൃഷ്ടിച്ച ഈ കുടുംബത്തിൽ നിന്നുണ്ടായതാണ് ഇന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന എല്ലാ വളർച്ചകളും. പക്ഷെ കുടുംബം തകർന്നാൽ ഇന്ന് നമ്മൾ സൃഷ്ടിച്ച കണ്ടുപിടുത്തങ്ങളെല്ലാം തകരും. ചുള്ളിമാനൂർ ഫറോന ജീവൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മലർവാടിയിലോ തിരുവോണക്കളരിയിലോ മലയാളക്കായൽ തീരം കളകാഞ്ചിപ്പാട്ടും പാടി തിരതല്ലിത്താളം കൊട്ടി തന്തന്താരോ കളിവഞ്ചിപ്പാട്ടിൽ കുറുമാലിക്കാറ്റിൽ ഈറക്കുഴലീണം പൂളും കായൽ തീരം. നിറ്റ്സ് ചുള്ളിമാനൂർ മേഖല ജീവൻ ഫെസ്റ്റ് 2011 16ാമത് വാർഷികാഘോഷവും സംഘടിപ്പിച്ചു.
ആധുനിക കാലത്ത് കാർഷിക മേഖലയുടെ പ്രസക്തിയെക്കുറിച്ച് നിറ്റ്സ് ഡയറക്ടർ ഫാദർ അനിൽകുമാർ പ്രസംഗിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം രൂപതാമെത്രാൻ അഭിവന്യ വിൻസെന്റ് സാമുവേൽ നിർവഹിച്ചു. ജീവൻ ഫെസ്റ്റിനോടനുബന്ധിച്ച് വിപണനമേള, നഴ്സറി സ്കൂൾ കലോത്സവം, കലാവിരുന്ന്, JLG ലോൺ പദ്ധതിയുടെ പ്രോജക്റ്റ് സബ്മിഷൻ ഉദ്ഘാടനം തുടങ്ങിയവ സംഘടിപ്പിച്ചു. പൊതുസമ്മേളനത്തിൽ മോൺസിഞ്ഞൂർ G. ക്രിസ്തുദാസ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫാദർ KJ വിൻസെന്റ്, ഫാദർ ആന്റണി സോണി, ശ്രീമതി ലീല മോഹൻ, ശ്രീമതി ഷീല, ശ്രീമതി ഗിരിജ സുബ്ബരാമൻ തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു. ഏറെ പിന്നോക്കം നിൽക്കുന്ന, വളരെ താഴേക്കിടയിലുള്ള അസംഘടിതരായ വ്യക്തികളെയും ചെറിയ സമൂഹങ്ങളെയും പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞ 15 വർഷക്കാലം നെയ്യാറ്റിൻകര ഇൻ്റഗ്രൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി നിറ്റ്സ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഈ പ്രവർത്തനം ഇനിയും തുടരേണ്ടിയിരിക്കുന്നു. നെയ്യാറ്റിൻകര രൂപതയിലെ 7 മേഖലകളായി പ്രവർത്തിക്കുന്ന നിറ്റ്സിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വളരെയധികം നന്മകൾ നേടുവാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. നഴ്സറികളിലൂടെ, നിറ്റ്സിൻ്റെ ചെറിയ ഗ്രൂപ്പുകളിലൂടെ, വിവിധ സംഘടനകളിലൂടെ പ്രവർത്തിച്ചു മുന്നേറുവാൻ നിറ്റ്സ് ഉപദേശവും മാതൃകയും പിൻബലവും നൽകിക്കൊണ്ടിരിക്കുന്നു. പേയാട് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ തിരുനാൾ സമാപിച്ചു. പേയാട് ദേവാലയത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ജീവിത നവീകരണ ധ്യാനത്തിന് റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ നേതൃത്വം നൽകി. കട്ടക്കോട് ഫൊറോനയുടെ ഭാഗമായ പേയാട് ദേവാലയത്തിൽ 13 BCC യൂണിറ്റുകളാണ് ഉള്ളത്. തിരുനാളിന്റെ സമാപന ദിവ്യബലിക്ക് ഫാദർ സനു ജോസഫും ഫാദർ VP ജോസും നേതൃത്വം നൽകി. തിരുനാൾ ക്രമീകരണങ്ങൾക്ക് ഫാദർ സാബു വർഗീസ് നേതൃത്വം നൽകി. ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പസ്തലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാതയിൽ പതിഞ്ഞ ഈ പുണ്യഭൂമി, നമ്മുടെ നാട് തീർച്ചയായിട്ടും അനുഗ്രഹീതമാണ്. ഈ ദേവാലയം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുമ്പോൾ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ചൈതന്യവും ആത്മീയതയും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിലനിർത്തുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദൈവസ്നേഹം കൊണ്ട് ജ്വലിച്ചു നിന്നു എങ്കിൽ ആ സ്നേഹത്തിലേക്ക് വളരുവാൻ സാധിക്കുമ്പോൾ, ദൈവസ്നേഹത്തെ പ്രതി ജീവിത വിശുദ്ധി നേടിയെടുക്കുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഈ തിരുനാൾ ആഘോഷത്തിനും നമ്മുടെ വിശ്വാസ ജീവിതത്തിനും അർത്ഥം ലഭിക്കുക. അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ